ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പനി ബാധിച്ചപ്പോൾ, എന്നാൽ ഇതറിഞ്ഞ സഹാബാക്കൾ നബിയെ വന്ന് സന്ദർശിക്കുന്ന സമയത്ത് റസൂൽ തങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നതായിട്ടാണ് അവർ കാണാനിടയായത്. എന്നാൽ റസൂലിന്റെ അടുക്ക് ചോദിക്കുകയാണ്, ഇതെന്താണ് റസൂലെ, തങ്ങൾക്ക് പനിയല്ലേ, പിന്നെ എന്താണ് ഇത്ര സന്തോഷം എന്ന് ചോദിച്ചു. അപ്പൊ റസൂൽ തങ്ങൾ പറഞ്ഞതായിട്ടുണ്ട്, ഈ പനിയിലൂടെ റബ്ബ് സുബ്ഹാനഹു തആല എനിക്ക് എന്റെ പാവങ്ങളെല്ലാം പുറത്തു മാറ്റി തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ടുണ്ട്, മുഅ്മിനായ ഒരു ആണിനും പെണ്ണിനും, മുഅ്മിനായ ആണാകട്ടെ പെണ്ണാകട്ടെ ആർക്കായാലും അല്ലാഹു സുബ്ഹാനഹു തആല കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷണങ്ങൾ ഇട്ട് തരും അവരുടെ ജീവിതത്തില്. അത് അവരുടെ ശരീരത്തിലാവാം, വഫി മാലിൻ അവരുടെ സമ്പത്തിലാകാം, വഫി വലദിൻ അവരുടെ കുട്ടികളെ കൊണ്ടുമാകാം. എന്നാൽ ഈ പരീക്ഷണങ്ങളെല്ലാം ഹത്താ യൽഖല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു തആലയെ കാണാനിടയാവുന്നത് വരെ ഈ പരീക്ഷണം എല്ലാം തുടർന്നു കൊണ്ടേയിരിക്കും. എന്നാണോ അള്ളാഹിനെ കാണുന്നത്, അവിടെ വരെ ഈ പരീക്ഷണങ്ങളെല്ലാം ഈ മുഅ്മിനായ ആണിനും പെണ്ണിനും തുടർന്നു കൊണ്ടേയിരിക്കും. എന്നാലോ ഇതിലൊരു ഉപകാരമുണ്ട്, വമാ അലൈഹി മിൻ ഖതീഅ, അല്ലാഹു സുബ്ഹാനഹു തആല അവർ കണ്ടുമുട്ടുമ്പോൾ പാപരഹിതനായിട്ടായിരിക്കും അവർ കണ്ടുമുട്ടുക. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സഹാബാക്കളോട് പറഞ്ഞിട്ട് പിന്നീട് റസൂൽ തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അമ്പിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഏത് തരം പരീക്ഷണം തന്നാലും, ഏത് തരം മോശമായ പ്രതിസന്ധി തന്നാലും, നിങ്ങൾക്ക് എങ്ങനെയാണോ സമ്പത്ത് കിട്ടുമ്പോൾ ഉള്ള സന്തോഷം വരുന്നത്, അതുപോലെയാണ് ഞങ്ങൾക്ക് പരീക്ഷണം കിട്ടുമ്പോൾ ഞങ്ങളെല്ലാവരും സന്തോഷിക്കുന്നത്. ഇതിലൂടെ മനസ്സിലാകുന്നത്, നമ്മളുടെ ജീവിതത്തിൽ മോശമായിട്ടുള്ള പ്രതിസന്ധി ആവട്ടെ, മോശമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാവട്ടെ, വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാവട്ടെ, എല്ലാ വിഷമത്തിന്റെ പിന്നിലും ഒരു സന്തോഷമുണ്ട്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളുടെ ഈ ജീവിതം അവൻ ഖൈറിലും ബർക്കത്തിലുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ.